ഫ്രണ്ട്സ്, നമ്മൾ യൂട്യൂബിൽ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ കോമൺ ആയിട്ട് വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്ന ഒരു കമൻറ്റ്, സബ്സ്ക്രൈബേഴ്സ് അല്ല നമ്മുടെ ഫ്രണ്ട്സ് ചെയ്യുന്ന ഒരു കോമൺ കമൻറ്റാണ്, ബ്രോ ഇപ്പോൾ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിം കളിക്കാറില്ലേ, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഫ്രീ ഫയറിൻ്റെ കണ്ടൻസ് ഒന്നും ഈ ഒരു യൂട്യൂബ് ചാനൽ ഇടാത്തതെന്ന്. ഫ്രണ്ട്സ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ഫയർ എന്നുള്ള ഗെയിം കളിക്കാറില്ല. ഏകദേശം 2 വർഷം അടുത്തായി ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അക്കൗണ്ട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. ഇനി എന്തുകൊണ്ട് ഞാൻ കണ്ടൻസ് ഇടണില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് നാളായിട്ട് ഗെയിമിംഗ് കണ്ടൻസ് ആയിരുന്നു മുമ്പ് ഇട്ടുകൊണ്ടിരുന്നത്. ആ ഒരു ടൈമിലേക്ക് കുറച്ച് കോപ്പിറൈറ്റ് സ്ട്രൈക്കും അതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഗെയിമിംഗ് വേണ്ട, ടെക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ടെക്കിലോട്ട് വന്നത്. ടെക്ക് ചെയ്യാന്ന് വെച്ചിട്ട് ടെക്കിലും എനിക്ക് കൺസിസ്റ്റൻസി കിട്ടിയില്ല, ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഞാൻ ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ ഒഴിവാക്കി ടെക്കിലോട്ട് വന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പം എന്തിനൂടെ പറയണതെന്ന് നിങ്ങൾ ആലോചിക്കണ്ടാവും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് ഫ്രീ ഫയർ ആണ്. അത് ഫ്രണ്ട്സ്, ഏകദേശം 2 വർഷം ഓപ്പൺ ചെയ്യാത്ത അല്ലെങ്കിൽ തുറന്ന് മൈൻഡ് പോലും ആക്കാത്ത എൻ്റെ ഫ്രീ ഫയർ അക്കൗണ്ട് ഞാൻ ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ വേറൊരു പ്രത്യേകതയും കൂടി അതിനുണ്ട് ഫ്രണ്ട്സ്. നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു ഫോണിലല്ല ഓപ്പൺ ചെയ്യുന്നത്, പകരം നിങ്ങളിവിടെ കാണുന്ന വിവോൻ്റെ X Fold 5 എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഫോൺ. ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നോർമലി ഇതുപോലത്തെ സ്ക്രീൻ മാത്രമല്ല ഈ ഒരു ഫോണിലുള്ളത്, പകരം ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ വലിയ സ്ക്രീൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു വലിയ സ്ക്രീനും ഈ ഒരു ഫോണിലുണ്ട്. ഈ ഒരു വലിയ വെറൈറ്റി റെസൊല്യൂഷനിലുള്ള ഈ ഒരു സ്ക്രീനിലാണ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഫ്രീ ഫയർ കളിച്ച് നോക്കാൻ വേണ്ടി പോകുന്നത്. കളിച്ച് മാത്രമല്ല, നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എത്ര ഡയമണ്ട് ഉണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ ഫ്രീ ഫയറിൽ വന്നിട്ടുണ്ട്, അതുപോലെ എൻ്റെ അക്കൗണ്ട് എങ്ങനെ മൊത്തത്തിലുണ്ടെന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഇനി എൻ്റെ അക്കൗണ്ടിൽ എങ്ങനെ ഡയമണ്ട്സ് ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് ലക്കി ഡ്രോയും നമ്മൾ ഇന്ന് ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്തായാലും അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കാനല്ലേ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കം ഓൺ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു വിവോ X Fold 5 നമ്മൾ ഫ്രീ ഫയർ ഗെയിം കളിച്ച് നോക്കാൻ വേണ്ടി പോകുന്നത്. അതും 2 വർഷത്തിന് ശേഷം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു കുഞ്ഞു സ്ക്രീൻ. ഈ സ്ക്രീനിലല്ല പക്ഷെ നമ്മൾ ഗെയിം കളിക്കാൻ പോകുന്നത്. ഇത് ഫോൾഡ് ആണ്, ഫോൾഡ് ഫോണാണ്. ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലിയ സ്ക്രീൻ വരും ഫ്രണ്ട്സ്. ഇവിടെ കാണുന്ന ഈ ഒരു വലിയ സ്ക്രീനിലാണ് നമ്മൾ ഫ്രീ ഫയർ കളിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ PUBG ഉണ്ട്, ഫ്രീ ഫയർ ഉണ്ട്, പക്ഷെ നമുക്ക് കളിക്കുന്നത് നമ്മുടെ ഫ്രീ ഫയർ ആണ്. നമുക്ക് എന്തായാലും ഫ്രണ്ട്സ് ഓപ്പൺ ചെയ്താലോ ഫ്രീ ഫയർ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ ഏകദേശം 2 വർഷത്തിന് ശേഷം എൻ്റെ ഫ്രീ ഫയർ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആവാൻ പോകുന്നു. ഓക്കെ, ക്ലോസ് ക്ലോസ്. എൻ്റെ പോരെ ഫ്രണ്ട്സ്, ദേ അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രീ ഫയർ അക്കൗണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇത് കയറുമ്പോൾ തന്നെ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ്, ഈ ഒരു ഡ്രസ്സാണ്, ഈ ഒരു ഔട്ട്ഫിറ്റ്. ഇത് ഗൈസ് ഏതൊരു എലൈറ്റ് പാസ് വഴി എനിക്ക് കിട്ടിയ ഈ ഒരു ഔട്ട്ഫിറ്റ് ആണ്. ഇത് ഏത് എലൈറ്റ് പാസ് വഴിയാണ് നമുക്ക് കിട്ടിയെന്നുള്ളത് ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ബണ്ണി MP40 ഇരിക്കുന്നുണ്ട്, കൊള്ളാം ഫ്രണ്ട്സ്, അതും കൊള്ളാം. ഇതൊന്നും കൂടാണ്ട് 205 ഡയമണ്ടും നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു X Fold 5 ഈ ഒരു വലിയ സ്ക്രീനിൽ ഒരു CS റാങ്ക് മാച്ച് കളിക്കാം. അതിനുശേഷം നമുക്ക് 205 ഡയമണ്ട് ലക്കി റോയിൽ പോയി അങ്ങ് തീർക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഓക്കെ, എന്തായാലും നമ്മൾ സ്റ്റാർട്ട് അടിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗെയിം പ്ലേ ആണ് ഈ ഒരു ഫോണിൽ ഏകദേശം 2 വർഷത്തിന് ശേഷം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഗണ്ണ് എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ഓടിപ്പോയി ആരെങ്കിലൊക്കെ അടിച്ചിടാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം ഫ്രണ്ട്സ്. എന്തെങ്കിലുമൊക്കെ നടക്കുമോ നോക്കാം. എനിക്ക് തോന്നണല്ലേ, ഇത്ര നാളായില്ലേ, എന്തായാലും ഞാൻ ചാവും. പക്ഷെ കൊള്ളാട്ടോ ഫ്രണ്ട്സ്, ഈ ഒരു സ്ക്രീൻ കണ്ടോ, ഫോൾഡ് സ്ക്രീനാണ്. അയ്യോ, ഇപ്പോൾ കാണിക്കുന്നില്ല. കൊള്ളാം, സംഭവം കൊള്ളാം, വലിയൊരു സ്ക്രീനാണ്. ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ തന്നെ നേരെ അടി കിട്ടി നിലത്ത് വീഴാൻ ചാൻസ് ഉണ്ട്, വളരെ സാധ്യതയുണ്ട്. എവിടേക്കോ വെടി ശബ്ദം കേൾക്കുന്നു. ഗൈസ്, 2-3 ഹിറ്റ് അവന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ അത് ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യെസ് യെസ് ഓ ഗൈസ്, ഒരുത്തരെ നമുക്ക് അടിച്ചിടാൻ പറ്റി, നോക്കാക്കാൻ പറ്റുള്ളൂ, കൊല്ലാനായിട്ട് പറ്റിയില്ല. പിന്നെ ജെന്യൂൻ ആയിട്ട് പറയാം ഫ്രണ്ട്സ്, ഈ ഒരു ഫോണിൽ കളിക്കാൻ രസമുണ്ട്. ഇത് പ്രൊമോഷൻ ഒന്നല്ല, ഈ ഒരു സ്ക്രീൻ വലുതായതുകൊണ്ട് എനിക്കിതിൽ കളിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യത്തെ മാച്ച് നമ്മൾ തോറ്റെങ്കിലും രണ്ടാമത്തെ നമുക്ക് ചാൻസ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു കളി കൂടി കളിക്കാം. ഈ ഒരു കളി കൂടി കളിച്ച് നോക്കിയിട്ട് പിന്നെ നമുക്ക് എന്തായാലും ഡയമണ്ട് സ്പിൻ ചെയ്യാം. നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല. നേരെ പോയി നമ്മൾ ഒന്നിനീ ചാവും, അല്ലെങ്കിൽ ഒരുത്തനെ കൊല്ലും. ഒറ്റ മൈൻഡ്. ഓ, എൻ്റെ കയ്യിൽ സ്നൈപ്പർ ആയിരുന്നു അല്ലേ. ഹെഡ് ഷോട്ട് ഗൈസ്, എന്തായാലും കൊള്ളാം, ഞാൻ ചത്തു. ഇനി എന്തായാലും ഗൈസ് നമുക്ക് ഇതിൽ കിടക്കുന്ന ഡയമണ്ട് ഉപയോഗിച്ചൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, ഫൈനലി എപ്പോഴത്തെയും പോലെ നമ്മൾ കളി തോറ്റിരിക്കുന്നു അതിസാഹസികമായി. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി എന്തായാലും നമ്മുടെ ഉള്ള ഡയമണ്ടിൽ നമുക്ക് ലക്കും കൂടി പരീക്ഷ നോക്കാം. ഇനി ഫ്രണ്ട്സ്, നമ്മൾ ഇവിടുന്ന് നേരെ സ്പിൻ ചെയ്യുന്നു, വേറെ ഒന്നും നോക്കുന്നില്ല. എനിക്ക് ഗൺ സ്കിന്ന് മതി എന്നുള്ള മൈൻഡിൽ ഞാൻ 20ൻ്റെ ആയത് സ്പിൻ ചെയ്യുന്നു. നമുക്ക് നോക്കാം ഫ്രണ്ട്സ് എന്ത് കിട്ടുന്നു. ഓക്കെ, വെയിറ്റിംഗ് ആണ്, എന്തെങ്കിലും ഉള്ള സാധനം കിട്ടും ഡെഫിനറ്റ്ലി.
എന്തോ ഒരു ഉള്ള സാധനം കിട്ടിയിട്ടുണ്ട്, എന്താണെന്ന് പോലും എനിക്കറിയില്ല. വീണ്ടും നമ്മൾ സ്പിൻ ചെയ്യുന്ന 20. ഓക്കെ, വീണ്ടും എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ അടിക്കുന്നു. അതിനുശേഷം 90ൻ്റെ ഒരു സ്പിൻ ചെയ്ത് നോക്കുന്നു ഫ്രണ്ട്സ്. ഓക്കെ 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 ഗൈസ്, ഒരു നല്ല സ്കിൻ കിട്ടിയെന്നുണ്ട്. ഗ്യാസ് കിട്ടിയോ? ഇല്ല ഗൈസ്, ഒരു നല്ല സ്കിൻ പോലും കിട്ടിയില്ല. ഓക്കെ, അതിലും കിട്ടിയില്ല. അടുത്ത സ്പിൻ, അതിലും കിട്ടിയില്ല. നല്ല ലക്കുള്ള ആളാട്ടോ ഫ്രണ്ട്സ്. എന്തായാലും ഞാൻ ലാസ്റ്റ് സ്പിന്നാണ് ഫ്രണ്ട്സ് ഇത്, അതിലും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, എപ്പോഴത്തെയും പോലെ ഫ്രീ ഫയർ നമ്മളെ നൈസായിട്ട് തേച്ചിട്ടുണ്ട്. എന്തായാലും ഫ്രണ്ട്സ്, ഈ ഒരു ഫോണിൽ കളിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗെയിം പ്ലേ. കാരണം ഈ ഒരു വലിയ സ്ക്രീനിൽ ഞാൻ ഐപാഡിന് ശേഷം കളിക്കുന്നത് ഈ ഒരു ഫോണിലാണ്. കൊള്ളാം. ഇത് പിന്നെ ഫോൾഡും ആണ്, ഇങ്ങനെ കൊണ്ടു കിടക്കാം. എന്തായാലും അടിപൊളി ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ? ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ഫ്രീ ഫയർ ഗെയിം ഓപ്പൺ ചെയ്തു, പ്ലേ ചെയ്ത് നോക്കി. അതും ഈ ഒരു ഫോൾഡ് ഫോണിൽ, അത് ഈ ഒരു സ്ക്രീൻ റെസൊല്യൂഷനിൽ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഫോണിൽ ഫ്രീ ഫയർ കളിക്കുന്നത്. ഫ്രീ ഫയർ മാത്രമല്ല, വേറെ ഗെയിമുകളൊന്നും ഞാൻ ഇതുപോലത്തെ ഈ ഒരു സ്ക്രീൻ ഫോൾഡ് ഫോണിൽ കളിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.